തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ അനൂഷ് ഇന്ന് ആശുപത്രി വിടും. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇന്നലെ അനൂഷിന്റെ പിറന്നാൾ അടക്കം ആശുപത്രിയിൽ ആഘോഷിച്ചിരുന്നു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഒരു ദൃശ്യങ്ങൾ കാണാം. ഇന്നലെ പിറന്നാൾ ആഘോഷത്തിന്റെ ദൃശ്യം. രണ്ട് കുട്ടികൾക്കാണ് വീട്ടിൽ നിന്ന് പാമ്പ് കടിയേറ്റത്. അതിലൊരാൾക്ക് ജീവൻ നഷ്ടമായി. അനൂഷ് ചികിത്സയിലായിരുന്നു. അനൂഷ് ആശുപത്രി വിടാൻ പോകുന്നു. അതിൻ്റെ സന്തോഷം. അനൂഷിൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ. ആ പിറന്നാൾ വലിയ ആഘോഷമാക്കി ആശുപത്രി അധികൃതർ മാറ്റുകയായിരുന്നു. ഡോക്ടർമാരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയൊരു പിറന്നാൾ ആഘോഷം തന്നെ നടന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഒരു മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വലിയ വേദനയിലാണ് ആ കുടുംബമുള്ളത്. അതിനിടയിൽ അനൂഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആരോഗ്യനില സംബന്ധിച്ച് ആദ്യഘട്ടത്തിലൊക്കെ ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ അനൂഷ് ജീവിതത്തിലേക്ക് തിരികെ വരുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ വാർത്തയാണ്. അർജുൻ മട്ടന്നൂർ. അതുതന്നെയാണ് രജിത്ത്. വളരെ സന്തോഷകരമായ ഒരു ദൃശ്യം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇന്നലെ ജന്മദിനം ആഘോഷിക്കുന്ന അനൂഷിൻ്റെ ദൃശ്യമാണത്. 10 ദിവസത്തോളം നീണ്ട ചികിത്സക്കൊടുവിലാണ് അനൂഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ച അനൂഷിന് ഈ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. സഹോദരൻ ആൽജോ പാമ്പ് കടിയേറ്റ് മരിച്ച കാര്യമടക്കം ഡോക്ടർമാർ കഴിഞ്ഞ ദിവസമാണ് അനൂഷിനെ അറിയിച്ചത്. മാനസികാരോഗ്യ വിദഗ്ധരുടെ അടക്കം സാന്നിധ്യത്തിലായിരുന്നു നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അനൂഷിനെ അറിയിച്ചത്. പൂർണ്ണ ആരോഗ്യമായാണ് ഇന്ന് അനൂഷ് ആശുപത്രി വിടുന്നത്. ഏതാണ്ട് 6 ദിവസം മുൻപാണ് അനൂഷിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. ആദ്യഘട്ടത്തിൽ സംസാരിക്കാനും അതോടൊപ്പം തന്നെ നടക്കാനും അടക്കം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ മാസം 19-ന് പുലർച്ചെയാണ് വീട്ടിൽ അമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങിയിരുന്ന അനൂഷിനും സഹോദരൻ ആൽജോക്കും പാമ്പ് കടിയേൽക്കുന്നത്. ആൽജോയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും രക്ഷിക്കാനായില്ല. പക്ഷേ പിന്നീട് അനൂഷിനെ വിദഗ്ധ ചികിത്സക്കായി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ ചികിത്സ പൂർത്തീകരിക്കുകയുമായിരുന്നു. ഇന്ന് വൈകിട്ടോടു കൂടി ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്.